ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഇന്നലെ ദിവസത്തിന്റെ ഉച്ച സമയത്ത് ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന നിങ്ങളേവരെയും ഞാൻ കൃത്യമായ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് വായിച്ചു കേട്ട ലൂക്കോസിന്റെ വിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങളെന്ന് വായിച്ചു കേട്ടത്. അതിൽ നിന്ന് ചില ചിന്തകൾ നിങ്ങളോട് പങ്കുവച്ച് എന്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ വിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 8 മുതൽ 14 വരെ. അതിന്റെ 10-ാം വാക്യം. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഈ ക്രിസ്മസ് ആഗമനമായി കൊണ്ടിരിക്കുന്ന നാടുകളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന നമ്മോട് ദൈവത്തിന്റെ വചനം ഇന്ന് ഈ സമയത്ത് പറയുന്നു. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഈ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് താണിറങ്ങി വന്നത് ഒരു ജാതിയുടെയോ മതത്തിനോ വേണ്ടിയുള്ളതല്ല. സർവ്വജനത്തിനും ഉണ്ടാകുവാനൊരു മഹാസന്തോഷമാണ് ദൂതർ അന്ന് ആർത്തുപാടിയത്. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള സന്തോഷം, സദ്വാർത്ത എന്ന ഒരു ചിന്തയിലേക്ക് ഇവിടെ കൊണ്ടുപോവുകയാണ്. ഈ ദൂതൻ ഇവിടെ കടന്നു വന്നിട്ട് പറയുന്ന സദ്വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ, സർവ്വജനത്തിനും ഉണ്ടാകുവാനൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിലേക്ക് യേശു കർത്താവ് സർവ്വ മാനവരാശിയുടെ പാപത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി ദൈവ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് താണിറങ്ങി വരുന്നു എന്ന ഒരു അവസ്ഥയിലേക്ക് ഇവിടെ ചിന്തിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഭൂമിയിലേക്ക് രക്ഷകനായി ക്രിസ്തു താണിറങ്ങി വരുന്നു എന്ന ഒരു ചിന്ത ഇവിടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. അതിന് താഴോട്ടുള്ള ഭാഗം പഠിക്കുമ്പോൾ പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഇവിടെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, അത്യുന്നതങ്ങളിൽ വസിക്കുന്ന ദൈവം ഈ ഭൂമിയിലേക്ക് താണിറങ്ങി വരുമ്പോൾ ആ ദൈവത്തെ ആരാധിക്കേണ്ട, ദൈവത്തെ സ്തുതിക്കേണ്ട, ദൈവത്തോട് അപേക്ഷിക്കേണ്ട ഒരു കർത്തവ്യം നമുക്ക് ദൈവം ഇവിടെ തരികയാണ്. ദൈവം നമ്മിലൂടെ അത് ആഗ്രഹിക്കുകയാണ്. ഈ ഭൂമിയിലേക്ക് മനുഷ്യപുത്രൻ നമ്മുടെ പാപങ്ങളെ വീണ്ടും പാപത്തിൽ നിന്ന് വിമോചിക്കുന്നതിന് വേണ്ടി, പാപത്തിൽ നിന്നിന്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂസിലേക്ക് ത്യാഗം അനുഭവിക്കുവാൻ വേണ്ടി അവൻ ബലിയായി തീരുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ ആ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ദൈവത്തെ അപേക്ഷിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇവിടെ ഹല്ലേലൂയ എന്നൊരു പദത്തെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ എന്ന വാക്കിന്റെ അർത്ഥം, ഹല്ലേലു എന്ന് പറഞ്ഞാൽ സ്തുതിക്കുക, ആരാധിക്കുക എന്നുള്ളൊരു വാക്കാണ്. യാ എന്ന് പറഞ്ഞാൽ യഹോവ, യഹോവയെ സ്തുതിക്കുക എന്നതാണ് ഹല്ലേലൂയ എന്ന വാക്കിന്റെ അർത്ഥം. അത് പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ ഉപയോഗിക്കുന്ന വാക്കാണ്. പ്രാർത്ഥിക്കുമ്പോൾ, പ്രസംഗിക്കുമ്പോഴൊക്കെ ചിലർ പറഞ്ഞു കേട്ടിട്ടുള്ള വാക്കാണ് ഹല്ലേലൂയ. സ്വർഗത്തിലെ ഭാഷയാണ് ഹല്ലേലൂയ. സ്തുതികളുടെ മധ്യ വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം ഈ ഭൂമിയിലേക്ക് താണിറങ്ങി വരുമ്പോൾ ആ ദൈവത്തെ ആരാധിക്കേണ്ട, ആ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട, ആ ദൈവത്തെ സ്തുതിക്കേണ്ട ഒരു ഉത്തരവാദിത്വം, ഒരു കർത്തവ്യം ഈ ഭാഗത്തൂടെ നമുക്ക് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം പഠിക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ ഒരു ദർശനം കാണുകയാണ്. ഉസിയാ രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നു പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ ചുറ്റും 6 ചിറകുള്ള സാറാഫുകൾ നിൽക്കുന്ന ഒരു ദർശനം യെശയ്യാ പ്രവാചകൻ കാണുകയാണ്. യെശയ്യാ പ്രവാചകൻ കണ്ടതിനു ശേഷം ആ സാറാഫുകൾ ആലയത്തിന്റെ കുമ്മരപ്പടികൾ ഇളകുമാറ് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അനുഭവം അവിടെ നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. അത്യുന്നതങ്ങളിൽ ഇരിക്കുന്ന ദൈവം സ്തുതിക്ക് യോഗ്യനെന്ന ഒരു ഭാഗമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ ഈ ഭൂമിയിലേക്ക് ദൈവം താണിറങ്ങി വന്നപ്പോൾ ആ സദ്വാർത്ത അറിഞ്ഞ മനുഷ്യരോട് ദൈവത്തെ പുകഴ്ത്തുന്ന ഒരു അനുഭവം, മാലാഖമാര് ഈ ഭൂമിയിലേക്ക് വന്നിട്ട് ദൈവത്തിന്റെ ദൂത് അറിയിച്ചിട്ട് ദൈവത്തെ അവിടെ നിന്ന് പുകഴ്ത്തുന്ന, ദൈവത്തെ അവിടെ നിന്ന് സ്തുതിക്കുന്ന ഒരു അനുഭവം ഇവിടെ രേഖപ്പെടുത്തുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഇവിടെ ദൈവപ്രസാദം ലഭിച്ച മനുഷ്യർക്ക്, അത്യുന്നതങ്ങളിൽ വസിക്കുന്ന ദൈവത്തിന്റെ സമാധാനം ഇവിടെ ഭൂമിയിലേക്ക് ലഭിച്ച മനുഷ്യർക്ക് സമാധാനം എന്ന ഒരു ചിന്ത ഇവിടെ പങ്കുവെക്കുകയാണ്.
ഇവിടെ നാം പറയുമ്പോൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പറയുന്ന വാക്കാണ് ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞു. അതിന്റെ അവസാനം നമ്മൾ ആമീൻ എന്ന് പറയും. ദൈവമേ ഞങ്ങളുടെ അപേക്ഷയെ കേൾക്കണമേ, ഞങ്ങളെ അപേക്ഷ കേട്ടതിന് നന്ദി എന്ന് പറയുന്ന ഒരു അർത്ഥമാണ് ആമീൻ. ഇത് എബ്രായ ഭാഷയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതുപോലെ ദൈവത്തോട് യാചിക്കുമ്പോൾ അപേക്ഷിക്കുമ്പോൾ ആ ദൈവം നമ്മുടെ മുമ്പിലേക്ക് പ്രസാദം ഭക്ഷിക്കുന്ന ഒരു ദൈവമാണ്. നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ മനുഷ്യർക്ക് വിളങ്ങേണ്ട രീതിക്കല്ല ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്, അപേക്ഷിക്കേണ്ടത്. നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധത്തില് ദൈവമായിട്ടുള്ള ഒരു കൂട്ടായ്മയിൽ വസിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്നൊരു വാക്കുമതി ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ. പത്രോസ് കടലിലേക്ക് താണുപോയപ്പോ അവരവിടെ നിന്ന് ഒന്നും പറഞ്ഞില്ല. കർത്താവിനെ താഴ്ന്നു പോകുന്നു, എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ ഒരു വാക്കിനാണ് കർത്താവിനെ കരപിടിച്ചുയർത്തിയതൊക്കെ മനസ്സിലാക്കുവാൻ കഴിയും. അതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് ഒരുപാട് സാഹിത്യ ഭാഷയിലോ ഒരുപാട് കാഠിന്യം നിറഞ്ഞ വാക്കിലോ ഒന്നും നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല എന്ന് പറയുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. പക്ഷേ ഇന്ന് ഈ സമയത്ത് ദൈവം തരുന്ന ഒരു വചനമുണ്ട്. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി, കർത്താവിനെ രക്ഷിക്കണമേ, ഹോസന്ന, കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്നൊരു വാക്ക് മാത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. അതാണ് ദൈവസന്നിധി സുഗന്ധബലിയായ ഒരു പ്രാർത്ഥനയായി ആരാധനയായി ദൈവം കണക്കാക്കുന്നത്. ഇന്ന് ഒരുപാട് വ്യക്തികൾ നോക്കാമെങ്കിൽ ഒരുപാട് സാഹിത്യ ഭാഷയിലൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് വ്യക്തികളൊക്കെ ഉണ്ട്. പക്ഷേ അതിന് ദൈവം പ്രസാദിക്കും. പക്ഷേ അതിനേക്കാൾ കൂടുതലായിട്ട് പ്രസാദിക്കും നമ്മളൊരു ദൈവമായിട്ടൊരു ബന്ധത്തിന്, ദൈവമായിട്ടൊരു കൂട്ടായ്മയില് നമ്മുടെ രഹസ്യത്തിലുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. വേദപുസ്തകത്തിന് മത്തായി സുവിശേഷം 6-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ അറയ്ക്കകത്ത് കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും എന്ന ഒരു വാക്യം അവിടെ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. അവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, രഹസ്യത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമുക്കൊരു പ്രാർത്ഥന വേണം. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ മറ്റുള്ളവർക്ക് വേണ്ടി പള്ളിയിലൊക്കെ പ്രാർത്ഥിക്കും, ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ നമ്മൾ ദൈവത്തോടൊരു പ്രാർത്ഥന ഉണ്ടാകണം. കർത്താവെ, നമ്മുടെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രശ്നം നീങ്ങി പോകണമെന്ന ഒരു പ്രാർത്ഥന ദൈവസന്നിധിയിൽ നമ്മൾ ഒരു 10 മിനിറ്റ് 10 മിനിറ്റ് 5 മിനിറ്റ് 5 മിനിറ്റ് ആ സമയത്ത് ദൈവസന്നിധിയിൽ ഒന്ന് മുഴങ്കാലം അടക്കി ദൈവസന്നിധിയിലേക്ക് നോക്കി രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞാൽ, ആ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിഞ്ഞാൽ അതിന് വലിയ അനുഗ്രഹം വേറെയില്ല. ഈ ക്രിസ്മസ് നാളുകളിലേക്ക് പ്രവേശിക്കുവാനിരിക്കുന്ന നാം ഓരോരുത്തരും ദൈവത്തെ സ്തുതിക്കുവാൻ, അത്യുന്നതങ്ങളുടെ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന ദൂതന്മാർ ആർക്കും പാടിയതുപോലെ ആ ഒരു അനുഭവത്തിലേക്ക് നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം, ദൈവത്തെ ആരാധിക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക്